ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റബ്ബർ. ഇന്നത്തെ വീഡിയോ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. മിക്കവർക്കും അറിയാമായിരിക്കാം, എന്നാലും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ യോഗയിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഡെയിലി നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചില വാമപ്പ് എക്സസൈസുകൾ ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികളെയും ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുകയും ഓരോ ജോയിൻസിനെയൊക്കെ ഒന്ന് വഴക്കമുള്ളതാക്കാൻ വേണ്ടി ചെയ്യുന്ന വാമപ്പ് എക്സസൈസുകൾ, അല്ലെങ്കിൽ യോഗയിൽ അതിന് ശിഥിലീകരണ വ്യായാമങ്ങൾ എന്ന് പറയും. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പം യോഗ ചെയ്യുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വയറ് കാലിയായിരിക്കണം, എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം യോഗ ചെയ്യുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഉടനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ ഒന്ന് എണീറ്റ് വന്ന് ബ്ലാഡർ ബൗലൊക്കെ എംപ്റ്റി ആക്കി കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. ഇനി രാവിലെ ചെയ്യാൻ സമയമില്ലാത്തവരാണ് ഈവനിങ്ങിൽ ചെയ്യുക. അത് ഒരു 7 മണിക്ക് മുന്നേ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അത് ഫുഡ് കഴിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 1.5 hour കഴിഞ്ഞിട്ട്, അത് ലഘുഭക്ഷണമാണെങ്കിൽ. അതല്ലെങ്കിൽ ഒരു ഹെവി ഫുഡാണ് കഴിച്ചിരിക്കുന്നതിൽ 3 to 4 hours കഴിഞ്ഞിട്ടേ നമ്മൾ യോഗാസനങ്ങൾ ചെയ്യാവുള്ളൂ. അതുപോലെ നമ്മൾ യോഗ ചെയ്യുമ്പോൾ വളരെ വൃത്തിയുള്ള ശാന്തമായ അന്തരീക്ഷമൊക്കെ തിരഞ്ഞെടുക്കുക. പൊടിയൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷമായിരിക്കണം. ഓരോ യോഗ പോസിലും ഓരോ സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത്, ബ്രീത്ത് ഔട്ട് ആണോ, ബ്രീത്തിങ് ആണോ, ഡീപ്പ് ബ്രീത്ത് ആണോ, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ബ്രീത്തൊക്കെ എടുക്കുമ്പോൾ പൊടിവെള്ളമൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നമ്മൾ വലിച്ചു കയറ്റും. അതെ, അതുകൊണ്ടാണ് വൃത്തിയുള്ള പൊടിയൊന്നും ഇല്ലാത്ത ശാന്തമായ അന്തരീക്ഷം. അതായത് മെഡിറ്റേഷനും കൂടെയൊക്കെ പ്രാണായാമമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷം ഒന്ന് ശാന്തമായിരിക്കുന്നത് കൂടുതൽ നല്ലത് തന്നെയാണ്. അപ്പം യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതൊക്കെ വാമപ്പ് എക്സസൈസുകൾ, ഏതൊക്കെ ഭാഗങ്ങൾ നമ്മളൊന്ന് മൂവ് ചെയ്യിക്കണം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോയും മിസ്സാകത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതൊക്കെയാണല്ലോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുമൊക്കെ ഈ യോഗ ചെയ്ത് പഠിക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യം, എല്ലാവരിലും യോഗ എത്തിക്കുക എന്ന ഒരു മിഷനിൽ നിങ്ങളും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നമ്മുടെ കണ്ണുകളുടെ മൂവ്മെന്റ്സ്, അതിൻ്റെ എക്സസൈസ് ചെയ്യണം. പിന്നെ കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യണം. അത് രണ്ടും ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി നമുക്ക് കൈ തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കണ്ണിൻ്റെ കഴുത്തിൻ്റെ ജസ്റ്റ് കണ്ണ് ഐബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുക. അപ്പ് ആൻഡ് ഡൗൺ. ദെൻ മൂക്കിൻ്റെ ടിപ്പിൽ നോക്കുക. ദെൻ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുക. അങ്ങനത്തെ എക്സസൈസുകളാണ്. കഴുത്തിൻ്റേത് കഴുത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ മൂവ് ചെയ്യിക്കുക, കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ്. അത് നിങ്ങൾ ആ വീഡിയോ നോക്കി മനസ്സിലാക്കുക. ദെൻ നമുക്ക് കൈ തൊട്ടുള്ള താഴെ കാല് വരെയുള്ള ഓരോ വാമപ്പ് എക്സസൈസ്, ഓരോ ജോയിൻസും എങ്ങനെ മൂവ് ചെയ്യിക്കണം എന്നുള്ള അതിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് കൈയുടെ വിരലുകളൊക്കെ ഒന്ന് മൂവ് ചെയ്യിക്കണം. വിരലുകൾ കൈ ഒന്ന് മുറുക്കി പിടിക്കുക, റിലീസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ സമയം പോലെ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ കൂടുതൽ ചെയ്യാൻ പറ്റുന്നതും നല്ലത്. ഇങ്ങനെയൊന്ന് മൂവ് ചെയ്യിക്കുക. അതിനുശേഷം നമ്മുടെ ഈ 2 ജോയിൻസ്, കൈക്കുഴ എന്ന് പറയും അല്ലേ, ഇത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ഓപ്പോസിറ്റ് മൂവ് ചെയ്യിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഈ ഒരു ഭാഗം ജോയിന്റ് ഒന്ന് മൂവ്മെന്റ് വരിക എന്നുള്ളതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊന്നും ചെയ്യാൻ നമ്മൾ യോഗാസനങ്ങളിലേക്ക് ഡയറക്റ്റ് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ ജോയിൻസിനൊക്കെ പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇങ്ങനെ ചെയ്യാം. ദെൻ ഈ 2 ജോയിൻസ് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇവിടെ മടക്കുകയും മൂവുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൂവ്മെന്റ് വരും. ഇതൊരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം സമയം പോലെ ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു പോർഷൻ
കൈ ഇങ്ങനെ വെറുതെ ഷോൾഡറിൽ പിടിക്കുക. ദെൻ ഇങ്ങനെ മൂവ് ചെയ്യും. 3, 4, 5. തിരിച്ചും ചെയ്യാം. 1, 2, 3, 4, 5. അങ്ങനെ ചെയ്യുക. അപ്പം ഈ ഒരു ഭാഗത്തെ ജോയിൻസിൻ്റെ ഒരു അയവ് വരും. ഇത് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ നമ്മൾ കൈ ഉയർത്തുക, താഴ്ത്തുക. അപ്പോഴും ഇവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. ശ്വാസം എടുത്ത് കൈ ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി, സാവധാനം ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക. അപ്പം നമ്മളുടെ ഈ ജോയിന്റ് ആയി, ഇവിടെ ആയി, ഈ ഭാഗമായി. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ചെസ്റ്റ് ബാക്കിൽ ഇങ്ങനെ കൈ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുത്തിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. അപ്പൊ നമ്മളുടെ ചെസ്റ്റ്, ബാക്ക്, നമ്മുടെ ഈ വേസ്റ്റ്, ഇവിടെയൊക്കെ ഒരു അയവ് വരും. വീണ്ടും ഓരോ പൊസിഷനിലും ഒരു 2-3 സെക്കൻഡിലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു. അപ്പൊ ഈ ചെസ്റ്റിന്റെ ഒരു എക്സ്പാൻഷൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങോട്ടാകുമ്പോൾ നമ്മുടെ നടുവ്, ബാക്ക് ഒക്കെ ഒരു റിലീഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, അരക്കെട്ടിന്റെ ഭാഗം ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക. അരക്കെട്ട് സാവധാനം റൊട്ടേറ്റ് ചെയ്യിക്കുക. രണ്ട് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കുക. ഓക്കെ, അപ്പം ഈ ഭാഗം ഓക്കെ ആയി. പിന്നെ നമ്മളുടെ ഈ കൈ, കാൽമുട്ട്, ഇതിനു വേണ്ടി നമ്മൾ സാവധാനം കൈ ഉയർത്തി ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ താഴുക. ഈ കൂടെ ഉപ്പൂറ്റി ഒന്ന് പൊക്കാൻ സാധിച്ചാൽ നല്ലത്. പറ്റുന്നവർ ചെയ്യുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, സാവധാനം ഉയർന്നു വരുന്നു. കാലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാലൽപ്പം പാദം അകത്തി വെച്ചിട്ട് ചെയ്യുക. മുമ്പോട്ടിങ്ങനെ ആയരുത്, നട്ടല്ല നിവർന്നിരിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മിനിമം 5 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഭാഗം മുട്ട് ഓക്കെ ആയി. മുട്ടിൻ്റെ എക്സസൈസിന് വേണ്ടി മുട്ടിൻ്റെ ഭാഗം, അത് മുട്ടുവേദന മാറാനും ഒക്കെ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ കാൽമുട്ട് ഇങ്ങനെ മടക്കി ബാക്കിൽ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. ഇതുപോലെ മുട്ടുമടക്കി നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്തോട് ചേർക്കുക. കൈയൊന്ന് ഉയർത്തി കാലിന്റെ ആംഗിള് ഇതുപോലെ മൂവ് ചെയ്യിക്കുക. ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. അപ്പം മുട്ടിനും കൂടി ഒരു എക്സസൈസ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോക്ക്വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ വീണ്ടും വിരലുകൾ ഇറുക്കി പിടിക്കുക, സ്പ്രെഡ് ചെയ്യുക, മടക്കുക, നൂർക്കുക. വിരലുകൾക്ക്, കാലിൻ്റെ വിരലുകൾക്കും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ മേളിൽ തൊട്ട് താഴെ വരെയുള്ള എല്ലാ ജോയിൻസിനും ഒരു മൂവ്മെൻറ്റ് വരുത്തി. ഇനി നമുക്ക് ജോഗിങ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റി ഇവിടെ മേളിലേക്ക് നന്നായിട്ട് ഉയർന്നു വരണം. ഇങ്ങനെ ചെയ്യാം. വീണ്ടും ഈ ഹിപ്പ് ഏരിയ ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാം.
അങ്ങനെ ചെയ്യാം. കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. കാല് രണ്ടും മാറി മാറി. ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് യോഗാസനങ്ങളിലേക്ക് പോകാൻ.